السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതാണ് അൽ ഈമാൻ ബിൽ ഖദാഇ വൽ ഖദർ എന്നത്. ഖദാ ഖദറിലുള്ള വിശ്വാസം. ഈ ലോകത്ത് എന്ത് കാര്യം നടക്കുന്നുവെങ്കിലും അതെല്ലാം റഹ്മാനായ റബ്ബിൻ്റെ അറിവും തീരുമാനവും പ്രകാരം മാത്രമാണ് നടക്കുന്നത് എന്നതാണ് ഖദാ ഖദർ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ത് നടന്നാലും അത് നമ്മളുടെ പ്രവൃത്തിയാണെങ്കിലും ശരി, നമ്മൾ ഒരു വിചാരമാണെങ്കിലും ശരി, പറയുന്നൊരു വാക്കാണെങ്കിലും ശരി, ഈ ലോകത്ത് എന്ത് തന്നെ നടന്നാലും അതെല്ലാം റഹ്മാനായ റബ്ബിൻ്റെ ഖദാവും ഖദറും അനുസരിച്ച് മാത്രമാണ്, അല്ലാതെ ഒന്നുമില്ല. ഞാൻ ഇന്നിവിടെ സംസാരിക്കുമെന്നുള്ളത് നമ്മളിവിടെ മണ്ഡല കമ്മിറ്റി കൂടി തീരുമാനിച്ചപ്പോൾ മാത്രം ഉണ്ടായ തീരുമാനമല്ല. അത് കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അറിയുകയും തീരുമാനിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്. നമ്മളൊക്കെ അറിഞ്ഞത് ഇപ്പോൾ അടുത്താണ് എന്ന് മാത്രം. ഡേറ്റ് ചോദിച്ചു, ഞാനിങ്ങനെ നോക്കി ഡേറ്റ് കൊടുത്തു. അത് പിന്നെ ഇവിടെ കമ്മിറ്റി ചർച്ച ചെയ്തു. അത് സ്വാഭാവികമായി പോസ്റ്ററായി. അങ്ങനെ സോഷ്യൽ മീഡിയ ഒക്കെ ഇട്ടപ്പോൾ നമ്മളൊക്കെ അറിഞ്ഞു ഇവിടെ ക്ലാസ് ഉണ്ട് എന്നുള്ളത്. അത് നമ്മുടെ അറിവിൻ്റെ ഒരു ചെറിയൊരു പുസ്തകമാണ് അത്. ഇതടക്കം കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ച, അവൻ അറിഞ്ഞ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇന്നത്തെ ഈ സംസാരമടക്കം. ഇതിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും വന്നതടക്കം ഇനി വരാൻ തീരുമാനിച്ചിട്ട് വരാൻ കഴിയാതെ പോയ ആളുകൾക്ക് അങ്ങനെ വരാൻ തീരുമാനിക്കുമെന്നും വരാൻ കഴിയില്ല എന്നും ഉള്ള കാര്യമടക്കം റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. ഇതാണ് ഖദാ ഖദറിലെ വിശ്വാസം എന്ന് പറയുന്നത്. അഹ്ലുസുന്നയുടെ അഖീദ അതാണ് ആ വിഷയത്തിൽ. അതിൽ നിന്ന് ലോക ചരിത്രത്തിൽ രണ്ട് വഴിക്ക് ആളുകൾ വഴിമാറി പിഴച്ചു പോയിട്ടുണ്ട്. ഖദരികൾ എന്നാണ് പൊതുവെ അവരെ നമ്മൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഖദരിയാക്കൾ എന്ന് പറയും. സ്വഹാബിമാർ മരിച്ചു തീരും മുമ്പ് തന്നെ ഖദർ വിഷയത്തിലുള്ള പിഴച്ച ചില ചിന്താഗതികൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ഉടലെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇറാഖിൽ നിന്ന് ആരംഭിച്ച് അത് പിന്നെ ബസറയിലേക്കും ശേഷം മദീനയിലേക്കും വരെ എത്തിയ ഒരു തെറ്റായ ചിന്താഗതി. അത് ഉണ്ടായി വന്ന കാലഘട്ടങ്ങളിൽ സ്വഹാബിമാർ എല്ലാവരും മരിച്ചു തീർന്നിട്ടില്ല. നബിയുടെ കാലത്ത് ചെറിയ പ്രായക്കാരായിരുന്ന, പിന്നീട് നേതൃത്വം നൽകിയ സ്വഹാബിമാരൊക്കെ അന്ന് പലരും ജീവിച്ചിരിപ്പുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ, അനസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയൊക്കെയുള്ള സ്വഹാബിമാരൊക്കെ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ കാലത്ത് തന്നെ ഖദാ ഖദറിൽ തെറ്റായ ചില ധാരണകൾ ആളുകളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നർത്ഥം. രണ്ടു വഴിക്കാണ് ഖദാ ഖദറിൽ ആളുകൾക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചത്. ഒന്ന്, ഖദാ ഖദർ വിശ്വസിക്കുന്നതിൽ അമിതമായ തലത്തിലേക്ക് പോവുകയും മനുഷ്യന്മാർക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയില്ല, റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ് അതിൽ തീരുമാനമെടുക്കുന്നത്, നമുക്കൊരു ഇഖ്തിയാറില്ല, മശീഅത്തില്ല, സ്വാതന്ത്ര്യമില്ല, ഒന്നും ഉദ്ദേശിക്കാനോ പ്രവർത്തിക്കാനോ ഒരു കഴിവ് നമുക്കാർക്കും ഒന്നുമില്ല, കാറ്റടിക്കുമ്പോൾ ഇല അനങ്ങുന്നത് പോലെ റബ്ബിന്റെ ഖദറിനനുസരിച്ച് നമ്മളെങ്ങനെ പോവുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഖദരിയാക്കളിൽ ഒരു വിഭാഗമുണ്ട്. ഖദർ വിഷയത്തിൽ അതിര് കടന്ന ഉലുവ് വാദിച്ച ആളുകളാണ് അവർ. ഖദർ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല, അംഗീകരിക്കുന്ന വിഷയത്തിൽ തന്നെ അവർ ഓവറായി പോയി. അപ്പൊ ആർക്കും ഒന്നും ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യവുമില്ല എന്നാണ് അവരുടെ വാദം. ബാങ്ക് കേട്ട പള്ളിയിൽ പോകാൻ സ്വാതന്ത്ര്യമില്ല. അല്ലാഹു തആല കൊണ്ടുപോകുന്നത് പള്ളിക്കാണെങ്കിൽ നമ്മൾ പള്ളിക്ക് എത്തും. പഠിച്ചവൻ കൊണ്ടുപോകുന്നത് കള്ളുഷാപ്പിക്കാണെങ്കിൽ കള്ളുഷാപ്പിലേക്ക് എത്തുന്നല്ല. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ചോയ്സും ഇല്ല. പോണ്ട തീരുമാനിക്കാനോ പോണെന്ന് ആലോചിക്കാനോ ഒന്നുമുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്കില്ല. അപ്പൊ പിന്നെ അതിന്റെ പേര് ശിക്ഷിക്കാൻ പറ്റുമോ? അത് റബ്ബിന്റെ ഇഷ്ടം. അവൻ അടിമകളാണ്, അവൻ ശിക്ഷിക്കുകയോ ശിക്ഷിക്കാതിരിക്കുകയോ അതൊക്കെ അല്ലാഹുക്ക് ചെയ്യാം.
അല്ല അതിൽ നമ്മൾ നീതി അനീതിയൊന്നും നോക്കേണ്ട കാര്യമില്ല. യഥാർത്ഥ അടിമക്ക് അവിടെ ഒരു ചോയ്സും ഇല്ല, റോളുമില്ല എന്ന് വാദിച്ചു രംഗത്ത് വന്ന ആളുകൾ ഖദരിയാക്കളിൽ ഉണ്ട്. മറ്റൊരു ഭാഗം നേരെ തിരിച്ചു പിഴച്ചു പോയ ആളുകളാണ്. ഖദർ ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ. അങ്ങനെ ഖദറൊന്നുമില്ല, പടച്ച റബ്ബ് അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടുമില്ല. അല്ലാഹു തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചാണ് വിട്ടു. പിന്നെ മനുഷ്യന്റെ ഇഷ്ടം, അവൻ ഇഷ്ടം പോലെ ചെയ്യാം. അല്ലാഹു തആല അതിൽ ഇടപെടുന്നില്ല, റബ്ബിന്റെ ഉദ്ദേശവുമില്ല, തീരുമാനവുമില്ല എന്ന് വാദിച്ച ഖദർ നിഷേധികളായ ആളുകളും ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർ വ്യത്യസ്ത പേരുകളൊക്കെ ആയി രംഗത്ത് വന്നു. മുഅ്തസിലിയാക്കൾ എന്ന് പറയപ്പെടുന്ന ഖദറിൽ പിഴച്ചുപോയ ഒരു ഭാഗമാണ് മുഅ്തസിലിയാക്കൾ. അതേപോലെ ജഹ്മികൾ, ജബരികൾ, അവർക്കൊക്കെ ഖദർ വിഷയത്തിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചു പോയ വിഭാഗങ്ങൾ തന്നെയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് മനുഷ്യനെ ഉള്ളു തീരുമാനം, അല്ലാഹു തആലക്ക് അതിൽ തീരുമാനമില്ല എന്ന് മാത്രമല്ല, അതിൽ പിടുത്തമിട്ട ആളുകൾ, ആ വിശ്വാസത്തിൽ തന്നെ അതിൽ കവിഞ്ഞ ആളുകൾ അവര് പറഞ്ഞു അവസാനം അവര് പറഞ്ഞു, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് അല്ലാഹു തആലക്ക് ഇന്ന് അറിയുകയില്ല എന്ന് വരെ പറയാൻ ധൈര്യം കാണിച്ചവർ, പറയേണ്ടി വന്നവർ അവരെ കൂട്ടത്തിൽ ഉണ്ട്. നാളെ എന്ത് ചെയ്യുന്ന അല്ലാഹ് തീരുമാനിച്ചിട്ടില്ല, ഓക്കെ, പക്ഷെ അല്ലാഹ്ക്ക് അറിയോ നാളെ രാവിലെ ഞാൻ എന്ത് ചെയ്യുന്നു? പഠിച്ചോനെ അറിയോ ചോദിച്ചാൽ ഇല്ല, അല്ലാഹ്ക്ക് അറിയില്ല. അങ്ങനെ അറിയെന്ന് പറഞ്ഞാൽ ഓരോ വയസ്സ് പൊളിഞ്ഞു. അറിയെന്ന് പറഞ്ഞാൽ പിന്നെ അല്ലാഹു തആലക്ക് അതിലൊരു റോൾ ഉണ്ടല്ലോ. അപ്പൊ അറിവില്ല, പഠിച്ചോനെ അറിയുകയില്ല എന്നാണ് അവർക്ക് അതിന് പിന്നീട് പറയേണ്ടി വന്നത്. അപ്പൊ ഇതിന് രണ്ടിലും മധ്യയാണ് അഹ്ലുസുന്നയുടെ അഖീദ. ഈ വിഷയത്തിൽ ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് വിഷയത്തിലും രണ്ട് വഴിക്കാണ് തെറ്റിപ്പോവുക. ഒന്നുകിൽ ഓവറായി പോകും, അല്ലെങ്കിൽ നിഷേധിച്ച് പൂർണ്ണമായും പിറകോട്ട് പോകും. ഇത് രണ്ട് ഉള്ളു വഴികേടിന്റെ തലങ്ങൾ. അല്ലാഹു തആല പഠിപ്പിച്ച സിറാത്തുൽ മുസ്തഖീം, ആ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് രണ്ട് വഴിക്കേ തെറ്റുകയുള്ളൂ. അതാണ് ഫാത്തിഹ സൂറയിൽ പറഞ്ഞ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അതാണ് ശരിയായ വഴി. തെറ്റിപ്പോകുന്ന രണ്ടെണ്ണം, ഒന്ന് ഗൈറിൽ മഗ്ദൂബി അലൈഹിം, രണ്ട് വലദ്ദാലിൻ. ഇതേ ഉള്ളു വഴികേട്. ഒന്ന് കോപത്തിന് വിധേയമായ ആളുകൾ, അറിഞ്ഞിട്ടും അതിനെതിരായി പോയ ആളുകൾ, അതാണ് ജൂതന്മാരുടെ വഴി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. അതാണ് മഗ്ദൂബി അലൈഹിം എന്ന് പറയപ്പെടുന്ന ആളുകൾ. അവർ അറിഞ്ഞിട്ട് പിന്നെ അതിൽ പല രൂപത്തിൽ സ്വന്തമായ താല്പര്യങ്ങൾ വെച്ച് പുലർത്തിയും സ്വന്തമായി വ്യാഖ്യാനങ്ങൾ കണ്ടെത്തിയും ഒക്കെയായി തെറ്റിപ്പോകുന്ന ആളുകൾക്കാണ് ഒന്ന് മഗ്ദൂബി അലൈഹിം എന്നത്. അറിവില്ലായ്മ കൊണ്ട് തെറ്റിപ്പിരിഞ്ഞു പോകുന്ന ആളുകളാണ് ളാല്ലീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾ. അതിൽ ഒന്നാം നമ്പറായി ബാക്കി ആ വഴി വരുന്ന മറ്റുള്ള വഴികളും. അപ്പൊ ഈ രണ്ട് വഴിക്ക് വ്യതിയാനം ഏത് വിഷയത്തിലും വരികയുള്ളൂ. അത് ഈമാൻ കാര്യത്തിൽ ഏതെടുത്താലും അങ്ങനെ തന്നെയാണ്, ഇനി മറ്റു വിഷയം എടുത്താലും അങ്ങനെ തന്നെയാണ്. രണ്ട് വഴിക്ക് വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ ഓവറായി പോവുക, അല്ലെങ്കിൽ നേരെ നിഷേധിച്ച് പിറകോട്ട് പോവുക. ഈ രണ്ടാൽ ഒന്നാണ് വഴികേടുകളായി ഉണ്ടാവുക, അതല്ലാത്ത വഴികേടില്ല. അതുകൊണ്ടാണ് അഹ്ലുസുന്നയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ തെറ്റിപ്പോയ ആളുകൾ ഈ തലത്തിലേക്കാണ് അവർ വ്യതിയാനം സംഭവിക്കുക എന്ന് ഇമാം ഷാത്തബിയുടെ കിതാബുൽ ഇഅ്തിസാമിലൊക്കെ അദ്ദേഹം അങ്ങനെ തന്നെ ധാരാളം സംഘങ്ങളെ പേരെടുത്തു പറഞ്ഞ് അവരുടെ വിശ്വാസങ്ങളെ, അവരുടെ ആചാരങ്ങളെ എല്ലാം ഉദാഹരണമായി എടുത്തു കാണിച്ചുകൊണ്ട് വരെ അദ്ദേഹം വന്ന് 8-ാം നൂറ്റാണ്ടിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും. അഹ്ലുസുന്ന ഖദാ ഖദറിലും മധ്യമ നിലപാടാണ് സ്വീകരിച്ചത്. അതാണ് അല്ലാഹു റസൂലും പഠിപ്പിച്ച ശരിയായ മാർഗം. റബ്ബിന്റെ തീരുമാനമുണ്ട്, അവന്റെ ഇൽമ് ഇതിലെല്ലാം മുൻകടന്നതാണ്, അവനതെല്ലാം അറിഞ്ഞതും രേഖപ്പെടുത്തിയതും അവൻ തീരുമാനിച്ചതുമാണ്. അത് എന്നാൽ അതേസമയം മനുഷ്യന്മാർക്ക് ചില ചോയ്സ് അല്ലാഹു തആല നൽകിയിട്ടുമുണ്ട്, ഇഖ്തിയാറുണ്ട്, മശീഅത്തുണ്ട്. പക്ഷെ ആ ചോയ്സ് പോലും പടച്ച റബ്ബിന്റെ ഉദ്ദേശത്തിന് അപ്പുറത്തേക്ക് പോകുന്ന തലത്തിലുണ്ടാവുകയില്ല. വമാ തശാഊന ഇല്ല അയ്യശ അല്ലാഹ്, വമാ തശാഊന നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇല്ല അയ്യശ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാലല്ലാതെ. നമുക്ക് ഉദ്ദേശിക്കണമെങ്കിൽ പോലും അവനെ ഉദ്ദേശിക്കും എന്നത് പടച്ച റബ്ബ് ഉദ്ദേശിക്കണം, അപ്പോഴേ നമുക്ക് ഉദ്ദേശം. അപ്പൊ നമുക്കൊരു ഉദ്ദേശമുണ്ട്. വമാ തശാഊന എന്ന് പറഞ്ഞപ്പോൾ ഒരു ഉദ്ദേശമുണ്ട് നമുക്ക്. പക്ഷെ ആ ഉദ്ദേശം പോലും പടച്ച റബ്ബിന്റെ ഉദ്ദേശത്തിനോട് താബിആയി അതിനോട് തുടർന്നു കൊണ്ടുവരുന്ന ഉദ്ദേശം മാത്രമാണ് എന്ന് മനസ്സിലായി. അപ്പൊ മനുഷ്യന്മാർക്ക് ഉദ്ദേശം ഇല്ല എന്നല്ല, മനുഷ്യന്മാർക്ക് ഉദ്ദേശമുണ്ട്. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം എന്ന് പറഞ്ഞു, ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് അല്ലാഹു തആല മശീഅത്ത് മനുഷ്യന്മാർക്ക് ചേർത്തി പറഞ്ഞ് കാണാൻ കഴിയും. ഉദ്ദേശിക്കുന്നവർ വിശ്വസിക്കട്ടെ, ഉദ്ദേശിക്കുന്നവർ അവിശ്വസിക്കട്ടെ എന്ന് അല്ലാഹു പറഞ്ഞു. അപ്പൊ മനുഷ്യന്മാർക്ക് ഒരു ഉദ്ദേശമുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം, നേരായ വഴിയിൽ നിലകൊള്ളാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് എന്ന് അല്ലാഹു തആല ഖുർആനിൽ പ്രയോഗമുണ്ട്. അപ്പൊ അങ്ങനെ ഉദ്ദേശം നമുക്കുണ്ട് എന്നാണ്
അള്ളാഹു തന്നെ പഠിപ്പിച്ചത്. ആ ഉദ്ദേശം തന്നെയും പടച്ച റബ്ബിന്റെ മശീഅത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉണ്ടാകുന്ന കാര്യമാണ്. ഇതാണ് അഹ്ലുസുന്ന ഖദാ ഖദർ അടിസ്ഥാനമായി പറയുന്ന ഒരു ആകത്തുകഥ. ഖദാ ഖദർ എന്താ നമ്മുടെ വിശ്വാസം എന്ന് ചോദിച്ചാൽ പറയാനുള്ളത് ഇതാണ്: ലോകത്ത് എന്ത് നടന്നാലും, എന്ത് പറഞ്ഞാലും, എന്ത് പ്രവർത്തിച്ചാലും, എന്തൊക്കെ സംഭവിച്ചാലും, എന്തെല്ലാം സംഭവിക്കാതെ പോയാലും, ഇതെല്ലാം റഹ്മാനായ റബ്ബിന്റെ മുൻ നിശ്ചയവും അവന്റെ അറിവും അവന്റെ തീരുമാനവും പ്രകാരം മാത്രമാണ് ലോകത്തുള്ള എല്ലാം. അത് ആകാശം ഭൂമി ഉണ്ടായതും അങ്ങനെ തന്നെയാണ്. അതേപോലെ സൂര്യനും ചന്ദ്രന്മാരും സൂര്യനും ചന്ദ്രൻ നക്ഷത്രങ്ങളും മഴയും വെയിലും കാറ്റും തീയും അടക്കം എല്ലാം മനുഷ്യന്മാരുടെ പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു ഖലഖക്കും, അല്ലാഹ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, വമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെയും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു. നമ്മളെ മാത്രമല്ല സൃഷ്ടിച്ചത്. ഞാൻ കൈ ഇങ്ങനെ പൊന്തിച്ചാൽ ഈ കൈ പൊന്തിച്ചത് പോലും പടച്ച റബ്ബിന്റെ സൃഷ്ടിപ്പാണ്. കൈ പൊക്കുന്നത് ആ പ്രവൃത്തി അല്ലാഹ് സൃഷ്ടിച്ച പ്രവൃത്തിയാണ്. സംസാരിക്കുന്നുവെങ്കിൽ ആ സംസാരം എന്ന പ്രവൃത്തി, ഞാൻ അങ്ങോട്ട് നോക്കുന്നു, നിങ്ങൾ ഇങ്ങോട്ട് നോക്കുന്നെങ്കിൽ ഈ നോട്ടം എന്ന പ്രവൃത്തി അതുപോലും പടച്ച റബ്ബ് സൃഷ്ടിച്ചതാണ്. വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെ മുഴുവനും അല്ലാഹു തആല സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഖദാ ഖദറിന്റെ ഒരു ആകത്തുക, വൽ ഹാസിൽ. ഇനി ഖദാ ഖദറുമായി ബന്ധപ്പെട്ട അഹ്ലുസുന്നയുടെ അഖീദ പ്രകാരം അതിലെ മർത്തബകൾ 4 എണ്ണമാണ്. ഒരു കാര്യം ഈ ഭൂമിയിലേക്ക് പ്രവൃത്തിപത്രത്തിൽ ഉണ്ടായി വരുമ്പോൾ 4 ഘട്ടങ്ങൾ, 4 ഘടകങ്ങൾ ചേരുമ്പോഴാണ് ആ കാര്യം ഉണ്ടാവുന്നത്. ഞാനിവിടെ സംസാരിക്കണമെങ്കിൽ, നിങ്ങളത് കേൾക്കണമെങ്കിൽ, നിങ്ങളിവിടെ ഇരിക്കണമെങ്കിൽ, ഞാൻ ഇവിടെ നിൽക്കുന്നുവെങ്കിൽ, ഇതെല്ലാം സംഭവിച്ചത് 4 മർത്തബകൾ പൂർത്തിയാകുമ്പോൾ മാത്രമാണ്. അല്ലാതെ നടക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് നമ്മൾ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിൽ ഒന്നാമത്തെ കാര്യം അല്ലാഹുവിന്റെ ഇൽമാണ്. റബ്ബ് അലീമാണ്, അവനെല്ലാം അറിയുന്നവനാണ്. എല്ലാം അറിയുന്നവൻ, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഹക്കീമാണ്, സൂക്ഷ്മജ്ഞാനിയാണ്. ഖബീറാണ്, സൂക്ഷ്മമായ ജ്ഞാനമുള്ളവനാണ്. ലത്തീഫ്, നിഗൂഢമായതിനെ പോലും അറിയുന്നവനാണ്. റബ്ബ് അറിയാത്ത ഒന്നുമില്ല. എങ്കിൽ എന്താണ് റബ്ബ് അറിയുന്നത്? എന്താണ് ആ ഇൽമ്? ലോകത്ത് എന്തെല്ലാം സംഭവിക്കുന്നുവോ അതെല്ലാം റബ്ബിന്റെ ഇൽമിൽപ്പെട്ടതാണ്. ആ ഇൽമ അല്ലാഹു തആലക്ക് ഉണ്ടായത് ഇന്നും ഇന്നലെയും ഇല്ലാതൊന്നല്ല. ആ ഇൽമ ഇല്ലാത്തൊരവസ്ഥ എന്നുള്ളത് ഇല്ല. പടച്ച റബ്ബിന്റെ അറിവ് എന്ന വിശേഷണം അടക്കം അവന്റെ എല്ലാ വിശേഷണങ്ങളും അത് അഹ്ലുസുന്നയുടെ വീക്ഷണപ്രകാരം റബ്ബിന്റെ എല്ലാ സിഫത്തുകളും അസലിയാണ്, അബദിയാണ് എന്നാണ് പറയുക. അഥവാ എന്നുമുള്ളതാണ്, മുമ്പേ ഉള്ളതാണ്, കാലാകാലം ഉണ്ടാകുന്നതുമാണ്. അതില്ലാത്തൊരവസ്ഥയില്ല. സൃഷ്ടിയുടെ വിശേഷണങ്ങൾ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വരും, അതേപോലെ ഇല്ലായ്മയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യും. അതാണ് സൃഷ്ടികളുടെ വിശേഷണങ്ങൾ. നമുക്കൊക്കെ ചില കാര്യങ്ങളൊക്കെ അറിയാം, മലയാളം അറിയാം, ചിലപ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. ഇതൊന്നും ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. ജനിച്ചു വന്ന സമയത്ത് ഇതൊന്നും അറിയില്ല. പിന്നെ മെല്ലെ 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 ഇങ്ങനെ ആദ്യ അക്ഷരങ്ങൾ പറയാൻ പഠിച്ചു, പിന്നെ വാക്കുകൾ ചേർത്തുണ്ടാക്കി പറയാൻ പഠിച്ചു, പിന്നെ വാചകങ്ങളായി മാറി, പിന്നെ ആശയത്തിന് കമ്മ്യൂണിക്കേഷന് പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ ഭാഷയായി കൊണ്ടുവന്നു. പിന്നീട് അത് വായിക്കാനും എഴുതാനൊക്കെ പഠിഞ്ഞു. അങ്ങനെയാണ് നമുക്കത് ഉണ്ടായി വന്നത്. കുറച്ചു കാലം കഴിയുമ്പോൾ അത് പക്ഷെ ഇല്ലാതായി പോകും. ചിലപ്പോൾ ഒരു ആക്സിഡന്റ് വന്നാൽ മതി. ഒരു ആക്സിഡന്റ് ആയാൽ ചിലപ്പോ ചില പരിക്കുകള ഫലമായി ചിലപ്പോൾ ചില ഭാഷകൾ മറന്നുപോകും, ചിലപ്പോൾ ചില സംഗതികൾ ഓർമ്മയില്ലാതായി പോകും. അതൊന്നും അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ സ്വാഭാവികമായും മെല്ലെ മെല്ലെ നമ്മൾ ഈ അറിവുകൾ ഇങ്ങനെ കുറഞ്ഞിങ്ങനെ വരും. പിന്നെ കാണാൻ ചിലപ്പോ പഴയതൊക്കെ ഓർമ്മയുണ്ട്, പുതിയത് ഓർമ്മയില്ല, അല്ലെങ്കിൽ പുതിയത് ഓർമ്മയുണ്ട്, പഴയത് ഓർമ്മയില്ല എന്ന അവസ്ഥയൊക്കെ പോകും. മനുഷ്യന്റെ അറിവ് ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വന്നു, പിന്നീട് ഇല്ലായ്മയിലേക്ക് അത് തിരിച്ചു. എല്ലാം അങ്ങനെ തന്നെ. മനുഷ്യരെല്ലാ വിശേഷണവും അങ്ങനെ തന്നെയാണ്. മനുഷ്യന്മാർക്ക് എന്തെല്ലാം വിശേഷണമുണ്ട്. നമുക്ക് ആരോഗ്യമുണ്ട്, അതങ്ങനെ തന്നെയാണ്. ജനിച്ചു വന്നപ്പോൾ ഈ ആരോഗ്യം നമുക്കില്ല. പിന്നെയാണ് അതിങ്ങനെ ശരീരം മെല്ലെ മെല്ലെ വളർന്നതിനനുസരിച്ച് അതിങ്ങനെ നമുക്ക് കൂടി കൂടി വന്നു. പിന്നെ നല്ല ഒത്ത തണ്ടും തടയൊക്കെയുള്ള അവസ്ഥയ്ക്ക് എത്തിയപ്പോൾ നമുക്ക് എന്തിനും പറ്റും. കുറച്ച് കഴിയുമ്പോൾ പല കാരണങ്ങളാൽ അതില്ലാതെ പോയേക്കാം. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അതോടെ എല്ലാം നഷ്ടപ്പാടൊക്കെ എടുക്കും. പിന്നെ എണീക്കാൻ പോലും പറ്റില്ല. അതുവരെ ഓടിച്ചാടി നടന്നാക്കി പിന്നെ എണീക്കാൻ പോലും പറ്റൂല. ഭക്ഷണം വരെ മറ്റൊരാൾ കോരി കൊടുക്കേണ്ടി വന്നേക്കാം. ആ അവസ്ഥയ്ക്ക് എത്താം. പ്രായമായാലും അങ്ങനെ തന്നെയാണ്. അപ്പം സൃഷ്ടികളുടെ വിശേഷണങ്ങളൊന്നും മുമ്പേ ഉള്ളതല്ല എന്ന് നിലനിൽക്കുന്നതുമല്ല. അതിന് എപ്പോഴും തടസ്സങ്ങൾ നേരിടാം. ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായി വരും,
പിന്നീട് ഇല്ലായ്മയിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. ഇതാണ് സൃഷ്ടികളുടെ മുഴുവൻ വിശേഷണം. നമുക്കിന്ന് മലയാള ഭാഷ അറിയുമെങ്കിൽ നമുക്ക് മലയാള ഭാഷ അറിയാത്ത സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഇപ്പൊ അറിയുമെങ്കിൽ ഇംഗ്ലീഷ് അറിയാത്ത സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത സമയം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഇനിയും അത് വരാനും സാധ്യതയുണ്ട്. പടച്ച റബ്ബിന്റെ വിശേഷണങ്ങൾ അങ്ങനെയല്ല. അവന്റെ വിശേഷണങ്ങൾ അല്ലാഹു തആലയുടെ കൂടെ തന്നെ കാലാകാലമുള്ളതാണ്. അവന് ഇൽമ് നമ്മുടെ കാര്യം ചെയ്യുമ്പോഴല്ല അല്ലാഹ് അറിയുന്നത്, നമ്മുടെ കാര്യം പ്രവർത്തിക്കുമ്പോൾ അല്ലാഹ് അറിയുന്നു എന്നല്ല. നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പേ പടച്ച റബ്ബിന് അതറിയാം. ഖലാഖത്തിന്റെ ഒന്നാമത്തെ ഘട്ടം അവന്റെ ഇൽമാണ്, അറിവാണ്. പടച്ച റബ്ബിന്റെ അറിവും അവന്റെ എല്ലാ സിഫത്തും എല്ലാ വിശേഷങ്ങളും അസലിയാണ്, മുമ്പേ ഉള്ളതാണ്. അതിന് തുടക്കമില്ല. അബദിയാണ്, എന്നുമുള്ളതാണ്. അതിന് ഒടുക്കവുമില്ല. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അല്ലാഹ് അവ്വലാണ്, അവൻ ആഖിറാണ്. അതിന് മുമ്പ് വേണമെന്നില്ല. അന്തൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈഉൻ. നബി ഞങ്ങളുടെ ദുആയിൽ കാണാം, റബ്ബേ നീ അവ്വലാണ്, എനിക്ക് മുമ്പൊന്നുമില്ല. അല്ലാഹ്ക്ക് മുമ്പ് എന്ന ഒന്നില്ല. പടച്ചവനാണ് അവ്വൽ, ബാക്കിയൊക്കെ പിന്നീട് ഉണ്ടായി വന്നതാണ്. ഒരു സൃഷ്ടിയും ഇല്ലാത്ത കാലമാണ് ലോകത്തേക്ക് മുന്നിൽ കഴിഞ്ഞു പോയത്. പടച്ച റബ്ബ് മാത്രമുള്ള കാലം. സൃഷ്ടി ഉണ്ടായിട്ട് അധികമായിട്ടില്ലല്ലോ. സൃഷ്ടി ഉണ്ടായിട്ട് അധികം കാലം ഒന്നും ആയിട്ടില്ല. മനുഷ്യന്മാരുണ്ടായിട്ട് അത്രയുമായിട്ടില്ല. സൃഷ്ടി ഉണ്ടായിട്ട് അതുമായിട്ട് കുറച്ചുകൂടെ അപ്പുറത്തേക്ക് ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഒരു സൃഷ്ടിയുമില്ലാതെ സൃഷ്ടാവ് മാത്രമുള്ള കാലമാണല്ലോ ഏറ്റവും അധികം. സൃഷ്ടാവിന് തുടക്കമില്ലല്ലോ. സൃഷ്ടി പിന്നെ ആരംഭിച്ചതാണ്. അല്ലാഹു തആല ആദ്യമായി കലമിനെ പഠിച്ചു. അവിടുന്നാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. ആദ്യത്തെ സൃഷ്ടി കലമാണ്. അവ്വലു മാ ഖലഖല്ലാഹു തആല അൽ ഖലം. നബി ഞങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല ആദ്യമായി സൃഷ്ടിച്ചത് കലമാണ്, പേനയാണ്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ എന്നൊക്കെ അതിലേക്കുള്ള സൂചനകൾ, ആ കലമിലേക്കുള്ള സൂചനയാണ്. ആദ്യമായി അല്ലാഹ് സൃഷ്ടിച്ച് കലമാണ്. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യനില്ല, ചന്ദ്രനില്ല, നരകമില്ല, സ്വർഗമില്ല, ഒന്നുമില്ല. പടച്ച റബ്ബ് ആദ്യമായി പടച്ച പടപ്പ് പേനയാണ്. ആ പേന എന്താ, എങ്ങനെ, അല്ലാഹു അലം, നമുക്കറിയില്ല. എന്ന് അല്ലാഹു തആല പേനയോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ പേന റബ്ബേ ഞാൻ എന്താ എഴുതേണ്ടത്? അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനി എന്തെല്ലാം ഞാൻ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുവോ അത് മുഴുവൻ രേഖപ്പെടുത്തണം. അതെല്ലാം രേഖപ്പെടുത്തിപ്പോയി. ഈ കലമുണ്ടാകുന്ന അവിടുന്ന് ഇങ്ങോട്ടാണ് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നത്. അതുവരെ സൃഷ്ടി എന്ന ഒന്നില്ല, സൃഷ്ടാവ് എന്നതേ ഉള്ളൂ. കലം എന്ന ഒന്നാമത്തെ സൃഷ്ടി ഉണ്ടായി വന്നപ്പോഴാണ് സൃഷ്ടി സൃഷ്ടാവ് എന്ന രണ്ടെണ്ണമായി മാറിയത്. അതിനു മുമ്പ് സൃഷ്ടാവ് മാത്രം. ആ കാലത്ത് അല്ലാഹു തആല ഇൽമുണ്ടോ ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഇൽമുണ്ട്. അന്ന് അല്ലാഹു റാസിഖാണോ, റിസ്ക് നൽകുന്നവനാണോ? ആണ്. അല്ലാഹ് റാസിഖാണ്. പക്ഷെ ആ റിസ്ക് ഉപയോഗിക്കാൻ ഇവിടെ ആളില്ല, അത് വേറെ കാര്യം. ആ റിസ്ക് ആവശ്യമായി വരുന്നവർ, അത് ഉപയോഗിക്കുന്നവർ ഇവിടെ ഒന്നുമില്ല. അതിന് അലാമത്തായി ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം പഠിച്ചോ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു സൃഷ്ടിയെ ഉണ്ടാക്കി ആ സൃഷ്ടിക്ക് ആദ്യമായി റിസ്ക് കൊടുത്തു അന്ന് മുതൽ അല്ലാഹ് റാസിഖായി എന്നല്ല. ലോകത്ത് ഒന്നാമതായി സൃഷ്ടിയെ ജീവൻ കൊടുത്തു അന്ന് മുതൽ അല്ലാഹു തആല മുഹീ, ജീവിപ്പിക്കുന്നവൻ എന്നായി മാറി എന്നല്ല. ലോകത്ത് ഒന്നാമതായി ഒരു സൃഷ്ടി മരിച്ചു, ഒരു ജീവി മരിച്ചു, അപ്പൊ അല്ലാഹു തആല മുമീത്, മരിപ്പിക്കുന്നവൻ എന്നായി മാറി എന്നല്ല. അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന മനുഷ്യന്മാർ ലോകത്തുണ്ട്. പഴിച്ചുപോയ സംഘങ്ങളിൽ അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ടീമുകളുണ്ട്. അഹ്ലുസുന്നയെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ മുഴുവൻ വിശേഷണങ്ങളും മുമ്പേ ഉള്ളതാണ്. അതില്ലാത്തൊരു ഘട്ടം എന്നത് ഇല്ല. ഇനി അതില്ലാതാകുന്ന ഘട്ടമുണ്ടോ? അതുമില്ല. ലോകത്തെ എല്ലാ സൃഷ്ടിയും മരിച്ചുപോയി, ഇനി മരണമില്ല, മരണത്തെ അറുത്തു കളയുമെന്ന് ഹദീസിൽ കാണാം. നരകക്കാർ നരകത്തിലേക്കും സ്വർഗക്കാർ സ്വർഗത്തിലേക്കുമെല്ലാം ആയിക്കഴിഞ്ഞാൽ നരകക്കാരും സ്വർഗക്കാരും കാണെ മരണത്തെ കൊണ്ടുവരും. എന്നിട്ട് മരണത്തെ അറുക്കും. എന്നിട്ട് അവിടെ വിളംബരം ചെയ്യപ്പെടും, യാ അഹ്ലൽ ജന്ന ലാ മൗത്ത്, യാ അഹ്ലൻ നാർ ലാ മൗത്ത്. സ്വർഗക്കാരെ മരണമില്ല, നരകക്കാരെ ഇനി മരണമില്ല. സ്വർഗക്കാരുടെ സന്തോഷം വർദ്ധിക്കും, നരകക്കാരുടെ വേദനയും പ്രയാസവും അതോടുകൂടി വർദ്ധിക്കാൻ. ഇനി അവസാനമില്ല എന്ന് ഉറപ്പായല്ലോ. അപ്പൊ അതിനുശേഷം മരണമെന്ന പ്രതിഭാസമില്ല. ഇനി ഒരാളെയും മരിപ്പിക്കൂല, ഇനി ഒരാളെയും മരിപ്പിക്കൂല. മരണം കഴിഞ്ഞു. അവസാനമായി മരിക്കുന്നത് മലക്കുൽ മൗത്താണ്. ആ മലക്കുൽ മൗത്തിനെ പിന്നെ എണീപ്പിക്കുകയും ചെയ്യും. പിന്നെ മരണമില്ല.
പിന്നെ മരണത്തെ തന്നെ മരിപ്പിക്കുകയാണ്. ഇനി അതിനുശേഷം അല്ലാഹു തആല മുമീത്, മരിപ്പിക്കുന്നവൻ എന്ന് അള്ളാഹിനെ പറ്റി പറയാൻ പറ്റുമോ? പറ്റും. അന്നും അല്ലാഹു തആല മുമീത്താണ്, മരിപ്പിക്കുന്നവനാണ്. ആരെ മരിപ്പിക്കുക? ആരും മരിപ്പിക്കുന്നില്ല, ആയിക്കോട്ടെ, ആരെയും മരിപ്പിക്കുന്നില്ല, പക്ഷെ അല്ലാഹു തആല മുമീത്താണ്. അപ്പൊ റബ്ബിന്റെ വിശേഷണങ്ങൾ അസലിയാണ്, മുമ്പേ ഉള്ളതാണ്. അതിൽപ്പെട്ട അവന്റെ വിശേഷണമാണ് അറിവ്, ഇൽമ്. അപ്പൊ പടച്ച റബ്ബിന്റെ അറിവ് കൂടുകയും കുറയുകയും ചെയ്യോ? ഇല്ല. നമ്മുടെ അറിവ് കൂടുകയും കുറയുകയും ചെയ്യും. നമ്മുടെ അറിവ് ആപേക്ഷികമായി വ്യത്യാസം ഉണ്ടാവും. എനിക്കുള്ള അറിവല്ല നിങ്ങൾക്കുള്ള അറിവല്ല എനിക്കുണ്ടാവും. അത് ആപേക്ഷികമാണ്, വ്യത്യാസം ഉണ്ടാവും. പടച്ച റബ്ബിന്റെ അറിവിൽ അങ്ങനത്തെ ഒരു വ്യത്യാസം വരാനില്ല. അതുകൊണ്ട് തന്നെ ലോകവും ലോകത്തുണ്ടാകുന്ന മുഴുവൻ കാര്യങ്ങളും പടച്ച റബ്ബിന്റെ സാബിഖായ ഇൽമ്, മുമ്പേയുള്ള ഇൽമ്, ആ ഇൽമിൽ ഉള്ള കാര്യമാണ്. അത് സൃഷ്ടിപ്പ് ആരംഭിച്ചത് മുതലല്ല അള്ളാഹു അറിഞ്ഞത്, രേഖപ്പെടുത്തിയത് മുതലല്ല അള്ളാഹു തആല അറിഞ്ഞത്. അപ്പൊ ഖലാഖത്തിന്റെ ഒന്നാമത്തെ മർത്തബ, ഒന്നാമത്തെ ഘട്ടം പടച്ച റബ്ബിന്റെ അറിവാണ്, അവന്റെ ഇൽമാണ്. അത് എന്താണ്ടാന്ന് വെച്ചാല് അള്ളാഹു അറിയും. അല്ല എന്നുണ്ടോ അന്നൊക്കെ അള്ളാഹുവിന്റെ ഇൽമുണ്ട്. അല്ല ഇല്ലാത്ത അവസ്ഥ ഉണ്ടോ? ഇല്ല. അള്ളാഹ്ക്ക് തുടക്കമുണ്ടോ? ഇല്ല. അവന് മുമ്പ് എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടോ? ഇല്ല. അന്തൽ അവ്വൽ, റബ്ബേ നീയാണ് അവ്വൽ. അപ്പൊ അവന്റെ ഇൽമും ആ അവ്വൽ തന്നെയുണ്ട്. അവന്റെ ഖുദ്റത്ത്, അവന്റെ റഹ്മത്ത്, അവന്റെ ഖദബ് തുടങ്ങിയ അവന്റെ മുഴുവൻ വിശേഷണങ്ങളും എല്ലാം അസലിയാണ്, മുമ്പേ ഉള്ളതാണ്. അവന്റെ ആ നാമങ്ങൾ അതൊക്കെ അള്ളാഹ്ക്ക് മുമ്പേ. അള്ളാഹിന്റെ പേര് വെറുതെട്ട പേരുണ്ടാവില്ല. സൃഷ്ടികളുടെ പേര് ചിലപ്പോൾ ഓനുമായി ഒരു ബന്ധം ഉണ്ടാവില്ല, അവനുമായി ഒരു ബന്ധം ഉണ്ടാവില്ല. ആ പേര് വാപ്പൊരു പേരിട്ടുന്നേ ഉള്ളൂ. ആ പേരും ഓനും കൂടി ചിലപ്പോൾ യാതൊരു ബന്ധം ഉണ്ടാവില്ല. കരീം എന്ന് പറഞ്ഞാല് ഔദാര്യമായ സംഗതി, മഹാഭിഷ്കനെ ഒന്നും കിട്ടത്തില്ല. എന്നാലും പേര് കരീം, അക്രം എന്നൊക്കെ പേരുണ്ടാവും. അത്യുദാരൻ, ഭയങ്കര ഔദാര്യവാൻ. പക്ഷെ ഒരു സംഗതി ചെയ്യൂല. സ്വാദിഖ്, സത്യസന്ധൻ, തൊള്ളൊന്നു പറയാൻ പറയുള്ളൂ, പക്ഷെ പേര് സ്വാദിഖാണ്. അങ്ങനെ ഉണ്ടാവും. നമ്മൾക്ക് പേരിട്ടത് നമ്മുടെ വിശേഷം നോക്കിയിട്ടല്ല, നമ്മുടെ വിശേഷം നോക്കിയിട്ടല്ല പേരിടുന്നത്. അത് മറ്റേ പല പരിഗണനയാണ്. വല്യപ്പാനെ പേരിടുക, വല്യമാനെ പേരിടുക, അല്ലെങ്കിൽ വാപ്പാന്റെ ആയത്തക്ഷരം ഉമ്മാന്റെ ആയത്തക്ഷരം കൂട്ടിയിട്ടായ്മ ഒരു പേരുണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണ് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു കേൾക്കാൻ രസം നോക്കി അത് ഇടുക. ഇതൊക്കെ പേര് നമുക്ക് ഉണ്ടാവുന്നത് നമ്മുടെ വിശേഷം നോക്കിയിട്ടല്ല നമുക്ക് പേരിട്ടത്. പടച്ച റബ്ബിന്റെ മുഴുവൻ നാമങ്ങളും അവന്റെ വിശേഷണങ്ങൾ അറിയിക്കുന്ന നാമങ്ങളാണ്. അല്ല റഹീമാണ് എന്ന് പറഞ്ഞാൽ റഹ്മത്തുള്ളവനാണെന്നാണ്. റഹ്മത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. റബ്ബിന്റെ മുഴുവൻ നാമങ്ങളും അങ്ങനെയാണ്. സിഫത്തില്ലാത്ത നാമമില്ല. പടച്ച റബ്ബിന്റെ പേരുകൾ ഏതെടുത്താലും ആ പേരിനെല്ലാം ഉള്ളിൽ ഒരു സിഫത്ത്, ഒരു വിശേഷണം ഉൾക്കൊള്ളുന്നുണ്ട്. ഒരു വിശേഷണവും ഇല്ലാതെ വെറുതെ ഒരു പേര് ഉണ്ടാവും. അതുകൊണ്ടാണ് അൽ അസ്മാഉൽ ഹുസ്ന, ഏറ്റവും മികച്ച, ഏറ്റവും മെച്ചപ്പെട്ട നാമങ്ങൾ എന്ന് പേര് വരാൻ കാരണമാണ്. ആ പേരുകളെല്ലാം ഹുസ്നയാണ്. കാരണം ആ പേരെല്ലാം കമാലിയത്തിനെ, പരിപൂർണതയെ അറിയിക്കുന്ന പേരുകളാണ്. അവന്റെ വിശേഷണങ്ങളെ അറിയിക്കുന്ന പേരുകളാണ്. അല്ലാതെ വെറുതെ ഒരു പേര് അല്ലാഹു തആലക്ക് ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് നമ്മൾ പേരിടാൻ പാടില്ലാത്തത്. നമ്മൾ പേരിടണമെങ്കിൽ നമുക്ക് അള്ളാഹിന്റെ വിശേഷണം അറിയണ്ടേ. സൃഷ്ടികൾ നമുക്ക് വിശേഷണം പറയുമ്പോൾ നമ്മൾ പേരിടും. വിശേഷണം മനസ്സിലാകുമ്പോൾ നമ്മൾ ചില പേരിടും. ആ കറുത്ത മനുഷ്യൻ അറിയാം എന്താണ് നമുക്ക് അറിയാം, അപ്പൊ പേരിടും. അയാൾ വെളുത്ത ആള്, നമ്മൾ അയാൾ വെള്ള കണ്ടു അപ്പെട്ടു. നീളം കൂടിയ ആള്, നീളം കുറഞ്ഞ ആള്, അല്ലെങ്കിൽ പിന്നെ വിക്കുള്ള ആള്, മുടന്തുള്ള ആള് എന്നൊക്കെ പറഞ്ഞ എന്തോടാണ് അത് അയാളുടെ വിശേഷം കണ്ടപ്പോ നമ്മള് അതിന് മോപ്പിച്ച് പേരിട്ടു. പടച്ചറബിന് പേരിടാൻ നമുക്ക് പറ്റുമോ? കാരണം പടച്ചറബിന്റെ സിഫത്തുകൾ നമുക്ക് ആലോചിച്ചുണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ ആ കണ്ടു മനസ്സിലാകുന്നില്ല. അപ്പൊ റബ്ബിന്റെ പേരുകൾ അല്ലാഹ് പറഞ്ഞു തരണം, അല്ലെങ്കിൽ അവന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കണം. ഇത് രണ്ടേ ഉള്ളൂ. അല്ലാതെ നമുക്ക് പേരിടാൻ കഴിയില്ല. അവന്റെ സിഫത്തുകൾ അവൻ പറയണം, അല്ലെങ്കിൽ അവന്റെ റസൂൽ പറയണം, വഹീയിലൂടെ കിട്ടണം. അല്ലാതെ പറയാൻ കഴിയില്ല. അല്ലാതെ എന്ത് പേരിട്ടാലും അത് അല്ലാഹ്ക്ക് യോജിക്കുകയില്ല. നമ്മുടെ വക അല്ലാഹ്ക്ക് പേരിടാൻ അവകാശമില്ല. അതുകൊണ്ടാണ് ഹൽ തഅലമു ലഹു സമീയ, അല്ലാഹുവിനോട് പേരൊക്കുന്നവനെ നിനക്കറിയുമോ എന്ന് സൂറത്ത് മറിയമിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്. പേരിൽ ഒക്കുന്നവൻ എനിക്കറിയുമോ? അല്ലാഹുവിന്റെ പേരൊക്കുന്ന ആരുമില്ല. പടച്ച റബ്ബിനോട് പേരൊക്കുന്ന ആരുമില്ല. നമ്മൾ തമ്മിലൊക്കെ പേരൊക്കുന്ന പദരുണ്ടാവും. പടച്ച റബ്ബുമായി പേരൊക്കുന്ന ആരുമില്ല. ആ അക്ഷരങ്ങളും ആ പദങ്ങളും ഇവിടെ മറ്റു പലർക്കും ഉപയോഗിക്കുന്നുണ്ടാവാം. അല്ലാഹ് ഖാലിഖാണ്, അല്ലാഹ് റാസിഖാണ്, അല്ലാഹ് മുഹയ്യാണ്, അല്ലാഹ് സമീഅാണ്, ബസീർ. ഇവിടെ മനുഷ്യന്മാരെ പറ്റി സമീ, ബസീർ എന്നൊക്കെ ഖുർആനിൽ ഉപയോഗിച്ച് കാണാൻ പറ്റും.
അത് ആ ലഫ്ള്, ആ പദം മാത്രമാണ്, അല്ല പേരിൽ യോജിപ്പില്ല. എങ്കിൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് എന്നുള്ളത് അത് സാബിഖായതാണ്, അസലിയായതാണ്, അത് അവ്വലിയത്തുള്ളതാണ്, ആദ്യമേ ഉള്ളതാണ്. ആ ഇൽമിൽ പെടാത്തൊരു കാര്യം ലോകത്തില്ല. അല്ല രേഖപ്പെടുത്തിയൊക്കെ പോട്ടെ, ആലോചിച്ചു അള്ളൊക്കെ എഴുതിച്ച കഴിഞ്ഞപ്പോ നമ്മൾ അമൽ ചെയ്തൊരു കാര്യം എഴുതിച്ചത് പോട്ടെ, ഇത് അള്ളാഹ്ക്ക് അറിയുമോ? ആർക്ക് സംശയമില്ലല്ലോ, അവനറിയാം. അത് ഏത് കാലത്തുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അല്ലാഹു തആല കുറെ കാലങ്ങൾക്ക് ശേഷം സൃഷ്ടിപ്പ് എന്നത് ആരംഭിക്കാൻ റബ്ബ് തീരുമാനിച്ച് സൃഷ്ടിപ്പ് ആരംഭിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ സൃഷ്ടി കലമാണ്, പേനയാണ്, നബിപ്രകാശമല്ല. നബിപ്രകാശമല്ല അല്ലാഹ് ആദ്യമായി പഠിച്ചത് പേനയാണ്. അവിടെ മുതൽ സൃഷ്ടിപ്പ് എന്ന ഒന്നുണ്ടായി വന്നു. ആ പേനയെ പടച്ച് 50,000 കൊല്ലം കഴിഞ്ഞിട്ടാണ് ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നത്. ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് അള്ളാഹു കലം, പേനയെ പടച്ചു. എന്നിട്ട് പേനയോട് എഴുതാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ ഈ ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന് 50,000 കൊല്ലം മുമ്പാണോ ഈ കാര്യം ഇവിടെ തീരുമാനിച്ചതും അറിഞ്ഞതും? അല്ല, എഴുതി വെച്ചതാണ് 50,000 കൊല്ലം മുമ്പ്. അറിവ് നമ്മൾ പറഞ്ഞു, അത് മുമ്പേ ഉള്ള അറിവാണ്. രണ്ടാമത്തെ ഘട്ടം കിതാബത്താണ്, എഴുതി വെക്കലാണ്. അതാണ് ഖലാഖത്തിന്റെ രണ്ടാമത്തെ മർത്തബ. ഒന്ന് അള്ളാഹുവിന്റെ ഇൽമാണ്, രണ്ടവന്റെ കിതാബത്താണ്. ആ കിതാബത്ത് എപ്പോഴാണ് സംഭവിച്ചത്? ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് കലമിനെ പടക്കുകയും ശേഷം കലമിനോട് എഴുതാൻ പറയുകയും ചെയ്തു. അപ്പോഴാണ് എഴുതി വെച്ചത്. അതാ കിതാബത്ത്. അതും സംഭവിച്ചതാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ കിതാബിൻ മുബീൻ. എല്ലാ കാര്യങ്ങളും അഹ്സൈനാഹു, നാം ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്, ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായ ഒരു രേഖയിൽ, ഒരു കിതാബിൽ എല്ലാം നാം ക്ലിപ്തപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എഴുതി വെക്കാത്ത ഒന്നുമില്ല. അത് വിശദമായി ഖുർആനിൽ പറഞ്ഞു, മാ തസ്ഖുതു മിൻ വറഖ, ഒരു ഇല പോലും വീഴുന്നുവെങ്കിൽ അതുപോലും രേഖപ്പെടുത്താതെ പോയിട്ടില്ല. അതാണ് ഒരു മരത്തിൽ നിന്ന് ഇല താഴോട്ട് വീഴുന്നത് പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. രേഖപ്പെടുത്താതെ ഒന്നുമില്ല. ആ കിതാബത്തുണ്ടായത് ആകാശഭൂമി സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ്. അതിലും കോടാനുകോടി കൊല്ലങ്ങൾക്ക് മുമ്പേ തന്നെ പടച്ച റബ്ബിന്റെ ഇൽമ എന്നുള്ളത് ഇവിടെ നിലവിലുണ്ട്. കിതാബത്ത് പിന്നീടാണ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ മർത്തബ അല്ലാഹുവിന്റെ മശീഅത്ത്, ഇറാദത്ത്. ആ സമയമാകുമ്പോൾ ആ കാര്യം നടക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. അന്ന് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചത് റബ്ബിന്റെ ഇൽമിന് മുമ്പേ ഉള്ള കാര്യം ഈ സമയമാകുമ്പോൾ അത് നടക്കണം എന്ന് അല്ലാഹു ഉദ്ദേശിക്കുന്നു. ഉദ്ദേശിച്ചാലേ നടക്കുള്ളൂ. നടക്കണ്ട ഉദ്ദേശിച്ചാലോ അപ്പൊ നടക്കൂല. നടക്കാതെ ഉദ്ദേശിക്കുന്നതാണ് അള്ളാഹുവിന്റെ മശീഅത്ത്. ആ മശീഅത്ത് ഉണ്ടാകുമ്പോഴാണ് ആ കാര്യം നടക്കുന്നത്. മശീഅത്തില്ലെങ്കിൽ അത് നടക്കൂല. നടക്കണ്ട അല്ലാഹു തീരുമാനിച്ചു, അപ്പൊ അത് ക്യാൻസലായി പോകും, അത് വേണ്ട വെച്ച് പോകും. എന്ന് നടത്താൻ അല്ലാഹു ഉദ്ദേശിച്ചാലോ അത് ഉണ്ടാകും. അതാണ് മശീഅത്ത്. നാലാമത് ഖൽഖാണ്, അല്ലാഹു സൃഷ്ടിക്കുന്നു. ആ ഉദ്ദേശ കാര്യം, ആ രേഖപ്പെടുത്തിയ കാര്യം, റബ്ബിന് മുമ്പേ അറിയുന്ന കാര്യം, ആ കാര്യം അല്ലാഹു തആല സൃഷ്ടിക്കുന്നു. ഈ സൃഷ്ടിപ്പ് നടക്കുമ്പോഴാണ് പ്രവൃത്തി പദത്തിൽ ഇതിവിടെ നമുക്ക് കാണാവുന്ന രൂപത്തിലേക്ക് വരുന്നത്. അത് അല്ലദി അല്ലമ ബിൽ ഖലം എന്ന് പറഞ്ഞ ആയത്തിൽ അമാനി മൗലവി റഹിമഹുല്ലാഹ് വിശദമായി ചില കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച അല്ലാഹ്. ഒരു പേനയും പേപ്പറും കൊടുത്തിട്ട് ഇത് ലേഖനം എഴുതി തരം നിർബന്ധിക്കാല് നിങ്ങൾ എത്ര ആൾ എഴുതും? പേനുണ്ട് പേപ്പറുണ്ട്, എന്താ എഴുതി കൂടെ? കഴിയില്ല, അങ്ങനെ കഴിയില്ല. ഒരു മൈക്കെന്നുള്ള പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രസംഗിക്കാൻ പറ്റൂല. അപ്പൊ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു എന്നുള്ളത് അത് അവിടെ വേറെ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ല കയ്യിൽ പിടിച്ചിങ്ങനെ വരയ്ക്കല് മാത്രമല്ല എഴുതാന്ന് പറഞ്ഞാൽ. ഒരു കയ്യിൽ പിടിച്ച് വരച്ചാൽ മലയാളമാകും, മറ്റോ വലിച്ചു വരച്ചാൽ ഇംഗ്ലീഷ് ആവും, അല്ലാത്ത വലിച്ചു വെച്ചാൽ അറബി ആവും. ഒക്കെ പേപ്പർ ഒന്നാണ്, പെന്നൊന്നാണ്, വിരല് സെയിമാണ്, പിടുത്തം സെയിമാണ്. പിന്നെ എങ്ങനെ ഈ ഭാഷ മാറി വന്നത്? എങ്ങനെ ഇത് ആശയമായി പേപ്പറിലേക്ക് വന്നത്? അല്ലദി അല്ലമ ബിൽ ഖലം, കലമ കൊണ്ട് പഠിപ്പിച്ചവനായ അല്ലാഹ്. അവിടെ നമ്മൾ കാണുന്ന ചില അത്ഭുതങ്ങൾ, ചില കാര്യങ്ങൾ അതിനപ്പുറത്ത്
നടക്കുന്നുണ്ട്. അതൊക്കെ ഖദാ ഭാഗമാണ്. അപ്പൊ റബ്ബ് സൃഷ്ടിക്കണം ആ പ്രവൃത്തി, അപ്പോഴേ ഉണ്ടാവൂ. അവനിൽ ആ പ്രവൃത്തി അല്ലാഹു തആല അപ്പോൾ ഉദ്ദേശിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു തആല അത് സൃഷ്ടിക്കുന്നു. അത് സൃഷ്ടിച്ചില്ലെങ്കിലോ അതുണ്ടാവില്ല. സൃഷ്ടിച്ചില്ലെങ്കിൽ എത്ര ഇരുന്നാലും എഴുത്തിന് വരുന്നില്ല. എഴുതാൻ കുറെ ഇരുന്നു, കുറെ സമയം അങ്ങനെ അന്തം വിട്ടിരുന്നു, പക്ഷെ എന്താണല്ലോ അതുകൊണ്ട് ഇങ്ങോട്ട് എഴുതാൻ കിട്ടണില്ല, ഞാൻ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് പൊട്ടിച്ചു പോകും. അല്ലാഹു തആല ഒരുപക്ഷെ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അൽഹംദുലില്ലാഹ്, അപ്പൊ 4 ഘട്ടങ്ങളാണ് ഏതു കാര്യം നടക്കാനും. നമ്മൾ ചിരിക്കാനും കരയാനും, നമ്മൾ നോക്കാനും കേൾക്കാനും പറയാനും എഴുതാനും ഓടാനും ചാടാനും ഒക്കെ ഈ 4 കാര്യം ഉണ്ടാവും. അതിനപ്പുറത്തോടൊന്നും നടക്കൂല. ഒന്ന് അള്ളാഹുവിന്റെ ഇൽമ്, അറിവ്. 2 കിതാബത്ത്, രേഖപ്പെടുത്തി വെക്കൽ. 3 അള്ളാഹിന്റെ മശീഅത്ത്, ഒരു ഉദ്ദേശം. 4 അവന്റെ ഖൽഖ്, സൃഷ്ടിപ്പ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ ആ ഉദ്ദേശം പോലും വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. മനുഷ്യകാര്യം വിചാരിക്കാതെ ഒന്നും ചെയ്യാനില്ലല്ലോ. പക്ഷെ ആ വിചാരം പോലും നടക്കണമെങ്കിൽ ഈ 4 ഘട്ടങ്ങൾ അവിടെ പൂർത്തിയാകണം, അല്ലെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കൂല. മനുഷ്യൻ ഉദ്ദേശിക്കാൻ കഴിയില്ല. അതാണ് വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഇല്ലാ അൻ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ ഖദാ ഖദർ കൃത്യമായി പ്രമാണബദ്ധമായി മനസ്സിലാക്കിയാൽ ഒന്ന് ജീവിതത്തിൽ വല്ലാത്ത സമാധാനം കിട്ടും. ഓനെ സംബന്ധിച്ച ഭയങ്കരമായ ടെൻഷനോ ഭയങ്കര നിരാശ ഒന്നുമില്ല. ഓനോട് ചെയ്യാൻ പറഞ്ഞ പണി ഓൻ ചെയ്താൽ മതി. പഠിച്ചവരോട് ചെയ്യാൻ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് അതോ ചെയ്യണം. അധ്വാനിക്കാൻ പറഞ്ഞു, പഠിക്കാൻ പറഞ്ഞു, പഠിപ്പിക്കാൻ പറഞ്ഞു, ജോലി ചെയ്യാൻ പറഞ്ഞു. ഇതൊക്കെ അല്ലാഹ് പറഞ്ഞവരോട്. അതിന് വേണ്ട വഴികൾ അല്ലാഹ് എളുപ്പമാക്കി കൊടുക്കുന്നത് ഏൽക്കുകയും ചെയ്തു. അത് ഓൻ ചെയ്യുക, ബാക്കി അല്ല. അതാണ് തവക്കുൽ. തവക്കുൽ ശരിക്കും എന്താണ്? നമ്മളോട് ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്യുക, ഇനി ബാക്കി പഠിച്ചുകൊണ്ടിരിക്കും. അതാണ് തവക്കുൽ. ഇത് മനസ്സിലാകാതെ പോകുമ്പോൾ 2 വഴിക്ക് അവിടെയും തെറ്റും. തവക്കുലും എല്ലാത്തിനും 2 വ്യതിയാനം ഉണ്ടാവും. തവക്കുൽ 2 വ്യതിയാനാണ്. ഒന്ന്, ചില ആളുകൾ നമ്മളൊന്നും ചെയ്യേണ്ട അല്ലാഹ് നോക്കിക്കോളും എന്ന് പറഞ്ഞു പോയ സൂഫികളൊക്കെ അല്ല തവക്കുൽ. സൂഫികൾ തവക്കുൽ അസ്ബാബിനെ ഒഴിവാക്കാനാണ്. ജോലിക്ക് പോകൂല, ഒരു കല്യാണം കഴിക്കൂല, ഒന്നും. അത് അല്ലാഹ് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ വായ കയറി അല്ലാഹ് റിസ്ക് തന്നോളുന്നറി. അല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടില്ല, എൻ്റെ വായിക്കൊന്നും ഇട്ടാനായിട്ടില്ല. അല്ലാഹ് അവനോട് ഇറങ്ങി പുറപ്പെട്ട് അധ്വാനിക്കാൻ അല്ലാഹ് പറഞ്ഞു. അതൊന്നും ചെയ്യാം. ഇറങ്ങി പുറപ്പെട്ടിട്ട് അവന് കിട്ടിയില്ല, പഠിച്ചവനെ കണക്കാക്കിയിട്ടില്ല. കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായില്ല, അല്ലാഹ് അവനെ കുട്ടിയെ കണക്കാക്കിയിട്ടില്ല. കല്യാണം കഴിച്ചില്ല, എനിക്ക് കുട്ടി ഉണ്ടാവും, അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടാവുന്നതാണ്, അത് പറ്റില്ല. അത് റബ്ബിനോട് ഏൽപ്പിച്ച പണി, അന്നെ പണികൾ നീ ചെയ്യണം. അതിൽ അവൻ അല്ലാഹ് സ്വാതന്ത്ര്യം കൊടുത്തു. ആ ഏരിയയിൽ അല്ലാഹു തആല സ്വാതന്ത്ര്യം നൽകി, ഇന്ന കാര്യങ്ങൾക്ക് നീ ചെയ്യുക, ബാക്കി നീ റബ്ബിലേക്ക് ഏൽപ്പിക്കുക. അതാണ് തവക്കുൽ. എന്നാൽ ഈ അസ്ബാബുകളെ തവക്കുലാക്കാൻ പറ്റുമോ? ഇല്ല. ആ ജോലി കിട്ടിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, ഞാൻ അന്ന് ഗൾഫ് പോയതുകൊണ്ടാണ് എനിക്കിതൊക്കെ ഉണ്ടായത്. അല്ല, നമ്മളെക്കാൾ മുമ്പ് ഗൾഫ് പോയവന് ഇപ്പോഴും ഒന്നും ആകാതെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളെ മുമ്പ് 10 മുമ്പ് പോയവന് ഇപ്പോഴും ഓനൊന്നും നേടാൻ പറ്റിയിട്ടില്ല. ആ പോയതുകൊണ്ടല്ല, അത് സബബ് മാത്രമാണ്. അസ്ബാബുകളായി മാത്രം കാണുക, നിമിത്തം മാത്രമാണത്. മരുന്ന് കഴിച്ചുകൊണ്ട് രോഗം മാറുന്നില്ല. രോഗം മാറ്റുന്നവൻ അല്ലാഹു തആലയാണ്. പക്ഷെ ആ രോഗം മാറാൻ അല്ലാഹ് ചില സബബുകളെ വെച്ചു. അതിൽ ഒരു സബബാണ് മരുന്ന് കഴിക്കുക, മറ്റൊരു സബബാണ് പ്രാർത്ഥിക്കുക, മറ്റൊരു സബബാണ് സംസം വെള്ളം കുടിക്കുക. അങ്ങനെ വ്യത്യസ്തമായ സബബുകൾ അല്ലാഹ് വെച്ചു. ആ സബബ് നമ്മൾ ചെയ്യാൻ പറഞ്ഞു. സബബുകൾ ചെയ്തുകൊണ്ട് മാത്രം കാര്യം നടക്കണമെന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, പെന്നും പേപ്പറും കൊടുത്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ എഴുതാൻ കഴിയണമെന്നില്ല. അതിന് അല്ലാഹു തആല മശീഅത്ത് വേണം, അവന്റെ ഖൽഖ് ഉണ്ടാവണം. നമ്മൾ രാവിലെ മുതൽ ജോലിക്ക് പോയി വൈകുന്നേരം വരെ പണിയെടുത്തു, പക്ഷേ നമുക്കതുകൊണ്ട് ഉദ്ദേശിച്ച ഒരു കാര്യം കിട്ടുന്നില്ല. റബ്ബ് അത്ര കണക്കാക്കിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് 90-ാം വയസ്സിലും ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ആ പ്രായത്തിലും സക്കറിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചത് എന്നോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടിട്ടില്ല. കാരണം എന്താണ്? നമ്മൾ ചെയ്യാൻ പറഞ്ഞ പണി നമ്മൾ ചെയ്യുന്നു, ബാക്കിയല്ല. പഠിച്ചവർക്ക് കുട്ടി കണക്കാക്കിയിട്ടില്ലേ? അതുണ്ടാവില്ല. കണക്കാക്കിയിട്ടുണ്ടോ? അതുണ്ടാകും. അപ്പൊ ഖദാ ഖദർ ബോധ്യമായി കഴിഞ്ഞാൽ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും, ഭയങ്കര ധൈര്യം കിട്ടും, നിരാശ ഉണ്ടാവില്ല. എന്ത് വന്നാലും നിരാശ ഇല്ല. അല്ല, എന്നാ നമ്മൾ ചെയ്യാതെ നിർത്തിയേക്കോ? അതുണ്ടാവില്ല. ഞാൻ അത്ര ചെയ്തു, കാര്യം ചെയ്തോ, നീ ചെയ്യണില്ല. കാര്യം ചെയ്തതുകൊണ്ട് കാര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കുമ്പോഴാണ്, ചെയ്തുകൊണ്ടല്ല. കാര്യം നടത്തുന്നവൻ അല്ലാഹ്. ലാ ഷാഫിയ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. റബ്ബേ, നീയാണ് ഷാഫി. അല്ലാഹുമ്മ അൻത ഷാഫി, നീയാണ് ഷാഫി. നിന്റെ ശിഫയല്ല, മറ്റു ശിഫയില്ല. മരുന്ന് ഷാഫിയല്ല.
മരുന്ന് ശിഫക്കുള്ള ഒരു കാരണം മാത്രമാണ്. അതുകൊണ്ട് സംസം വെള്ളം കുടിച്ച് സോക്കേട് മാറിയില്ല, അവിടെ ആ രീതി ശരിയല്ലാതെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? അസ്ബാബുകളെ മാത്രം അവലംബിച്ചപ്പോഴാണ്. സംസം വെള്ളം കുടിച്ച് ഓന് മാറിയിട്ടില്ലെങ്കിൽ അല്ലാഹു ഓന് ആ രോഗത്തിന് ഇത്തവണ ശിഫ നിശ്ചയിച്ചിട്ടില്ല. 4 ഒരേ അസുഖത്തിൽ ഡോക്ടറെടുത്ത് പോയി, ആ ഡോക്ടർ 4 മരുന്നെടുത്തു, രണ്ടാളത് മാറിയില്ല. എന്തെങ്ങനെ? ഈ മരുന്ന് കൊണ്ട് ഈ രോഗത്തിൽ ഈ സമയത്ത് അവൻ അല്ലാഹു തആല ശിഫ നിശ്ചയിച്ചിട്ടില്ല. എന്നാ ഇനി ഇതേ രോഗം ഉണ്ടായാൽ ഈ ഡോക്ടർക്ക് പോകേണ്ടതാണോ? അല്ല. അവിടെ വൈകുന്നേരം വരെ ആള് വരുന്നുണ്ട്, ചിലർക്ക് മാറും ചിലർക്ക് മാറില്ല. ഒരുപക്ഷെ അല്ലാഹു ഓനെ ശിഫ നിശ്ചയിച്ചത് വേറെ സബബിലായിരിക്കും. അപ്പൊ ഇയാൾ മരുന്ന് മാറ്റി തരും, അപ്പൊ സുഖാവും. അല്ലെങ്കിൽ വേറെ ഡോക്ടർക്ക് പോകും, അയാൾ വേറെ മരുന്ന് എടുക്കും, അപ്പൊ സുഖാവും. ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തു, അപ്പൊ കുഴപ്പമൊന്നും, മരുന്നും വേണ്ട, സാരില്ല, പോയിക്കോളി, അത് മാറിക്കോളും. അവൻ മരുന്നൊന്നും കഴിക്കാതെ സുഖപ്പെടും. അവന്റെ ശിഫ അല്ലാഹ് നിശ്ചയിച്ചത് മറ്റൊരു സബബിലാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല അവന് ശിഫ നിശ്ചയിച്ചിട്ടില്ല. ഈ സബബ് ഒക്കെ ചെയ്താലും ഒരു ശിഫ കിട്ടൂല. ഈ നിലയ്ക്ക് നമ്മൾ ഖദാ ഖദർ ഉൾക്കൊണ്ടു പോയാൽ ആ തൗഹീദ്, ആ ഈമാൻ, അതിലൂടെ കിട്ടുന്ന നിർഭയത്വം ചെറുതല്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി തീയിലേക്ക് ഇട്ടപ്പോഴും ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി. ഈ തീയിൽ കിടന്ന് മരിക്കാനാണോ റബ്ബ് തീരുമാനിച്ചത്? അതുണ്ടാവും. അതല്ല, ഈ തീ എന്നെ ഒന്നും ചെയ്യാതിരിക്കാനാണോ തീരുമാനിച്ചത്? അതുണ്ടാവും. പിന്നെ എന്തിനാ വേചാറുകൾ? ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹ് മതി, എല്ലാം ഏൽപ്പിക്കായിട്ട് മതിയായവൻ അല്ലാഹുവാണ്. ആ ഒരു ബോധ്യവും ആ ഒരു ധൈര്യവും കിട്ടും ഖദാ ഖദർ കൃത്യമായി പഠിച്ചാൽ. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ അഖീദ ഖദാ ഖദർ വിഷയത്തെ എന്താണ് എന്ന് വസ്തുനിഷ്ഠമായി പ്രമാണബദ്ധമായി പഠിക്കുന്നത് തന്നെയാണ് പരിഹാരമാർഗം. ആ വിഷയത്തിൽ എഴുതപ്പെട്ട ലോകചരിത്ര ഏറ്റവും നല്ല കിതാബാണ് ഇബ്നു ഖയ്യിമിന്റെ ശിഫാഉൽ അലീൽ എന്ന ഗ്രന്ഥം. അതിന് സമാനമായ ഗ്രന്ഥം അതിന് മുമ്പും എഴുതപ്പെട്ടിട്ടില്ല, അതിന് ശേഷവും എഴുതപ്പെട്ടിട്ടില്ല. ശിഫാഉൽ അലീൽ ഖദാ ഖദർ വിഷയത്തിൽ മാത്രമായി അദ്ദേഹം എഴുതിയ എല്ലാ സംശയങ്ങൾക്കും മറുപടി കിട്ടുന്നു. നമുക്കത്തെ മുസ്ലിമീങ്ങൾ ഖദാ ഖദർ ദുരുപയോഗം ചെയ്തുകൊണ്ട് നബിക്കെതിരെ ഒരു ചില ന്യായം പറഞ്ഞിരുന്നു. അല്ലാഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ലേ ഞങ്ങൾ ശിർക്ക് ചെയ്തത്, അല്ലാഹ് ഉദ്ദേശിച്ചില്ലെങ്കിൽ ശിർക്ക് ചെയ്യില്ലായിരുന്നല്ലോ, എന്തിനാ നീ ഞങ്ങളോട് അവതർത്താൻ വരുന്നത് എന്ന് ചോദിച്ച് ഖദാ ഖദറിനെ ദുരുപയോഗം ചെയ്ത മക്കത്തെ മുസ്ലിമീങ്ങളെ ന്യായം മുതൽ ഖദരിയാക്കൾ ദുന്യായം അടക്കം എല്ലാം പൊളിച്ചടക്കിക്കൊണ്ട് ഖദാ ഖദറിന്റെ എല്ലാ വശങ്ങളെയും കൃത്യമായി പരിചയപ്പെട്ട കിതാബാണ് ശിഫാഉൽ അലീൽ എന്ന ഗ്രന്ഥം. സമാനമായ ഗ്രന്ഥങ്ങൾ മറ്റു പലതുമുണ്ട്. ഏതായിരുന്നാലും ഇത്തരമൊക്കെ ഏതിലൂടെ നമ്മൾ പഠിക്കാൻ പരിശ്രമിക്കുക. പടച്ച റബ്ബിലേക്ക് പരിപൂർണമായി തവക്കുലാക്കി എല്ലാം അല്ലാഹുവിലേക്ക് ഏൽപ്പിച്ച് അവന്റെ ഇഷ്ടദാസന്മാരെ മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീന ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.